കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ടെനീഷ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളുമുണ്ട്. കുടുംബമായിട്ട് ഒരുമിച്ച് മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യുന്ന യങ്ങായിട്ടുള്ള ശുശ്രൂഷകനാണ് ടെനീഷ്. അദ്ദേഹം പ്രോഗ്രാം കോർഡിനേറ്റർ ആയതിനു ശേഷം ക്രിസ്ത്യൻ മിനിസ്ട്രിയെ സംബന്ധിച്ചോളം വലിയ ഉയർച്ച കാരണമായി. പ്രത്യേകിച്ച് ടെനീഷിനോട് ആരംഭിച്ചാണ് ഇസാക്കയുടെ അപ്പയും അമ്മയും മക്കളുമായിട്ട് ഒന്നിച്ചുള്ള സ്പെഷ്യൽ പ്രോഗ്രാം. അതോടൊപ്പം സ്കൂളുകളിൽ, ഇടവകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അനേകരെ യേശുവിലേക്ക് നയിക്കുവാനായിട്ട് ടെനീഷിനെ ദൈവം ഉപകരണമാക്കി. അദ്ദേഹത്തെ കണ്ട ഏറ്റവും ഒരു പ്രത്യേകത ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ അംഗീകരിക്കുവാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി മറുപടി കൊടുക്കുവാൻ ടെനീഷിന് സാധിക്കുന്നവരായിരുന്നു. അതിനുവേണ്ടിയുള്ള അധ്വാനവും പ്രാർത്ഥനയും നമുക്കിപ്പോഴും വിലമതിക്കേണ്ടതാണ്. ടെനീഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ സുവിശേഷത്തിലേക്ക് വന്നു. ആ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തം നാടിൻ്റെ എല്ലാ വിധത്തിലുമുള്ള വികസനങ്ങൾക്ക് അവരുടെ ചെറുപ്പക്കാരെ കോർത്തിണക്കി അവരുടെ കൂടെ നിന്ന് അവരെയും ആദർശമുള്ള, വിശുദ്ധിയുള്ള, ധാർമ്മിക മൂല്യമുള്ളൊരു ജീവിതത്തിന് ഉടമകളാക്കി മാറ്റാൻ ടെനീഷ് നന്നായിട്ട് പരിശ്രമിച്ചു. ഞാൻ ഓർക്കാണ്, വളരെ ചെറുപ്പം തൊട്ടേ ഞാൻ പരിചയമുള്ള ആളാണ്, എൻ്റെ ഇടവക്കാരനാണ്. നല്ല ഭക്തിയിലും പ്രാർത്ഥനയിലും വളർന്നൊരു കുടുംബാന്തരീക്ഷം ടെനീഷുണ്ടായിരുന്നു. അത് വളർച്ചയുടെ ഒരു ഘട്ടമായപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തെ ക്രിസ്ത്യനിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും നന്നായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കർത്താവ് ആ പുഷ്പത്തെ നമ്മിൽ നടത്തു മാറ്റിയത്. തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ശുശ്രൂഷകളിലും ടെനീഷിന്റെ പ്രാർത്ഥനകൾ വഴി ധാരാളം അനുഗ്രഹം ഉണ്ടാവും. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യാശയുടെ ദീപമായി നിൽക്കുമ്പോൾ തന്നെ സമുദായത്തെ സംബന്ധിച്ചിട്ട് സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, ക്രിസ്തുവിനെ എല്ലാവരും അറിയുന്നതിന് വേണ്ടി, ക്രിസ്തുവിനെ അറിയുന്നവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹവും പ്രയത്നവും ടെനീഷിനുണ്ടായിരുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ലോങ് മാർച്ചിൽ തുടക്കം മുതൽ ഒടുക്കം വരെ സജീവമായി നിന്നുകൊണ്ട് ആ ലോങ് മാർച്ചിനെ വിജയമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച വ്യക്തിയാണ്. ഞങ്ങൾ അവസാന നിമിഷം ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിനോടൊപ്പം KMCT മെഡിക്കൽ കോളേജിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴും, ജസ്റ്റിൻ ബ്രദറെ നമുക്കിത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാണ്ട്, ഈ ആഗ്രഹത്തോടെ ഈ ആഗ്രഹങ്ങളുമായിട്ടാണ് ആ റൂമിലേക്ക് കയറിപ്പോയത്. ടെനീഷ് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന ഈ സമയത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഒരു പുതിയ ശുശ്രൂഷകൻ, എന്നെ സംബന്ധിച്ചോളം എൻ്റെ സ്വന്തം അനുജനെ പോലെ, അല്ല എനിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ഒരു മകനായിട്ടാണ് ഞാൻ കണ്ടത്. അവൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ച് വലിയൊരു ശൂന്യതയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ആത്മരക്ഷയ്ക്കായിട്ടുള്ള കുട്ടികളുടെ ശുശ്രൂഷയുടെ പുരോഗതിക്ക് ഈ മരണവും വേർപാടും ദുഃഖവും എല്ലാം കാരണമാകുന്നു വിശ്വസിക്കുന്നു. അതോടൊപ്പം 2033 തിരുസഭയുടെ മഹാജുബലിയാണ്. അതിനുവേണ്ടിയുള്ള മൊബിലൈസേഷൻ ടീമിൻ്റെ കോർഡിനേറ്ററായിരുന്നു ടെനീഷ്. ഈ ദിവസങ്ങളാണ് ക്രിസ്ത്യൻ മാസിക കൊറോണയ്ക്ക് ശേഷം അത് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. അത് ന്യൂസ് ലെറ്ററായിട്ട് അത് രൂപപ്പെടുത്താനായിട്ട് ഇടവന്നു. അതിനെല്ലാ വർക്കും ചെയ്തത് ടെനീഷാണ്. KMCT ഹോസ്പിറ്റലിൽ പോയി ടെനീഷിനെ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത ആ കടലാസ്, ആ ന്യൂസ് ലെറ്റർ വാങ്ങിച്ച് വളരെ ആർത്തിയോടെ, സ്നേഹത്തോടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും അന്നെന്നോട് പറഞ്ഞിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ പുറത്തു വരും, അടുത്ത ലക്കം നമുക്ക് കൂടുതൽ മനോഹരമായിട്ട് ഇറക്കണം. അത് പ്രിയപ്പെട്ടവരെ, ഊണിൽ ഉറക്കത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ട വ്യക്തിയാണ് ടെനീഷ്. അവൻ്റെ വേർപാടിൽ വിഷമമുണ്ട്, വേദനിക്കുന്നു. അതോടൊപ്പം വിശ്വസിക്കുന്നു അവൻ്റെ മധ്യസ്ഥയിൽ കുട്ടികളെ ശുശ്രൂഷയിൽ പുതിയ മുന്നേറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്.